പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 22 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറയാമോ? നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. നമ്മൾ അശ്രദ്ധരായിരുന്നപ്പോഴും കർത്താവ് ശ്രദ്ധയോടെ നമ്മളെ സൂക്ഷിച്ചു. ആമേൻ. നമ്മൾ കണ്ണടച്ചപ്പോഴും കർത്താവ് കണ്ണടയ്ക്കാതെ നമ്മളെ സൂക്ഷിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറയും. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ആമേൻ. 138 സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യം പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ കർത്താവിനെ കീർത്തിക്കും. ഞാൻ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് കർത്താവിൻ്റെ വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിന് മീതെ ഒക്കെയും കർത്താവിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവ് എനിക്ക് ഉത്തരമരളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്കൊന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം. അപ്പ ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത് നന്മകൾ ഓവർഫ്ലോ ചെയ്യുന്ന ദിവസമാകിയാൽ സ്തോത്രം. 2026 ജാനുവരി മാസം 22 നന്മകൾ ഓവർഫ്ലോ ചെയ്യുന്ന ദിവസമാകിയാൽ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ധൈര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അങ്ങ് കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി അയക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയായി വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ മനസ്സിന് സമാധാനമില്ലാതെ ആമേൻ, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടേ മനസ്സിനകത്ത് ഭയങ്കര ഭാരം, അയ്യോ എന്ത് ചെയ്യും, ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഭാരപ്പെട്ട് ഉണർന്ന നിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ, ദൈവിക സ്വസ്ഥത വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് ആശ്വാസമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മനസ്സ് ശാന്തമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സ് ശാന്തമാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, രോഗികളായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായിത്തീരട്ടെ, പൂർണ്ണ സ്വസ്ഥതയുള്ളവരായിത്തീരട്ടെ. പ്രത്യേകിച്ച് സ്കിൻ അലർജി വന്ന് ഭയങ്കരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, സോറിയാസിസ് മാതിരിയുള്ള രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദ സ്പിരിറ്റ്, ആ സോറിയാസിൻ്റെ സ്പിരിറ്റ് വിട്ടുപോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വയറിൻ്റെ വലത്ത് സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഡിസ്കംഫോർട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ കോൺസ്റ്റിപ്പേഷൻസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. സ്വസ്ഥതയുണ്ടാകട്ടെ. ഡൈജഷൻ പ്രോബ്ലംസ് എല്ലാം തന്നെ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ സഹായിക്കണം. ആമേൻ. തൊണ്ട സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായിട്ടും മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ സാമ്പത്തിക ആവശ്യങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ജോലിയുടെ വിഷയത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ എക്സാംസിൽ കർത്താവിൻ്റെ സ്പെഷ്യൽ കെയർ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് കർത്താവെ ഒരു ഉണർവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ 3 ദിവസത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കരമുയർത്തുന്നു, സ്തോത്രം പറഞ്ഞ്. കർത്താവെ കഴിഞ്ഞ 3 ദിവസം മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം, 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 സ്തോത്രം. നാളെ നമുക്ക് സഭായോഗമാണ്. ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കഴിയുമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് നാളെ തക്ക സമയത്ത് അതിൽ പങ്കെടുക്കുക. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാകുന്നു. മാത്യു ചാപ്റ്റർ 16:18. അവിടെ പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പരാമർശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആമേൻ. അപ്പം നമ്മൾ പണിയപ്പെടുന്നത് യേശു ക്രിസ്തു എന്ന പാറമേലാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വളരുന്നതിനനുസരിച്ച് നമ്മൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഉയർച്ച പ്രാപിക്കുവാൻ കഴിയും. പലർക്കും ആ ഒരു ബോധ്യം കിട്ടുന്നില്ല. ആമേൻ. പിളർന്നതായ പാറ അല്ലെങ്കിൽ യേശു ആകുന്ന പാറ. അപ്പോൾ ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ കൂടെയുള്ള യേശുവിനെയാണ്. ആ യേശുവിനെ തിരിച്ചറിയും തോറും, യേശുവിനെ മനസ്സിലാക്കും തോറും, ആമേൻ, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ വർദ്ധിച്ചു വരും തോറും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അപ്പോൾ ആ യേശുവിനെ തിരിച്ചറിയും തോറും നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശമയമായി തീരും. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ആരുണ്ട്? യേശുവുണ്ട്. ആ യേശുവിനെ കാണാൻ പറ്റുന്നത്, യേശുവിനെ വിശ്വാസത്താൽ കാണുക. എപ്പോഴും നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ യേശുവിനെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യേശു പറഞ്ഞ വചനത്തെ വിശ്വസിക്കുകയും ആത്മാവിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ യേശുവിനെ കാണുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. 2, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ പണിയുന്നവനാരാ? യേശുവാണ് പണിയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഒന്നിനും നിങ്ങളെ പൊളിച്ചു കളയാൻ പറ്റത്തില്ല, ഒന്നിനും നിങ്ങളെ നശിപ്പിച്ച് കളയാൻ കഴിയത്തില്ല. കാരണം പണിയുന്നവൻ യേശുവാണ്. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പൈശാചിക ശക്തികളെ തകർത്ത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ആമേൻ. സഭയുടെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥൻ, നിങ്ങളെ പണിയുന്നവൻ, നിങ്ങളെ ഉയർത്തുന്നവൻ, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പണിയും, അതുകൊണ്ട് ജയിക്കത്തില്ല. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയൊരു ബിൽഡിങ് പണിഞ്ഞു. ഈ ബിൽഡിങ്ങിന് എന്ത് ക്ഷതം സംഭവിച്ചാലും ആ ബിൽഡിങ്ങിനകത്തുള്ള കമ്പിയോ കല്ലിനെയോ അല്ല ആരും കുറ്റം പറയുന്നത്. പിന്നെ അറിയാം, പണിഞ്ഞവനെയാണ് കുറ്റം പറയുന്നത്. ആമേൻ. പണിഞ്ഞതാരാണെന്നാണ് ചോദിക്കുന്നത്. പണിഞ്ഞവർക്കാ കുറ്റം. അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഉറപ്പ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ആമേൻ, ആരാ നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവാണ്. പണിഞ്ഞവനാണ് ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യമായിട്ടൊരു ദൈവവേദന മുന്നോട്ട് പോകാം. കാരണം ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. എന്നെ പണിയുന്നവൻ, എന്നെ ഉയർത്തുന്നവൻ, എന്നെ മാനിക്കുന്നവൻ യേശുവാകുന്നു. ആ യേശു എന്നെ പണിയുന്നത് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. ആ യേശു എന്നെ ഉയർത്തുന്നത് കൊണ്ട് ഞാൻ താന്നു പോകത്തില്ല. ആ യേശു എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നശിച്ചു പോകത്തില്ല. യേശുവിനെ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ജയാളികളായി ജീവിക്കുക. അവൻ നമ്മുടെ ഉത്തരവാദിത്വം യേശുവിനാകിയാൽ യേശുവിന് നന്ദി പറഞ്ഞാട്ട്. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവന് നന്ദി പറഞ്ഞാട്ട്. അവൻ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി പറഞ്ഞാട്ട്. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് എപ്പോഴും നമ്മളെ നടത്തുന്നത് കൊണ്ട് അവന് നന്ദി പറഞ്ഞാട്ട്. നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് സദാ പക്ഷപാതം ചെയ്യുവാൻ ജീവിക്കുന്നവനാകിയാൽ അവന് നന്ദി പറഞ്ഞാട്ട്. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സീ ജീസസ്. അവൻ യേശുവിനെ കാണുക, ജയാളികളായി മുന്നേറുക. ഒന്നുകൂടെ ഞാൻ പറയാം, യേശുവിനെ കാണുക, നിങ്ങളുടെ കൂടെ എപ്പോഴും ജയാളികളായി മുന്നേറുക. കേട്ടോ. കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മുഖ്യയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. God bless you. God bless you.